പ്രിയപ്പെട്ടവരെ, സദയം ശ്രദ്ധിക്കൂ. അടുത്ത 10 മിനിറ്റിനകം എന്തായാലും ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നതാണ്. ശ്രദ്ധിക്കൂ. ജനങ്ങളുടെ ക്ഷമ കെട്ടു. എന്റെ സമനില ഇപ്പൊ തെറ്റും. നടിയെ അന്വേഷിച്ചു പോയ ജോസും മാത്തച്ഛനും ചത്തോ ഭഗവാനെ? ചത്ത് കാണില്ല. ലക്ഷണം കണ്ടിട്ട് നടി വരുന്ന മട്ടില്ല. രാഹുലെ അറം പറ്റുന്ന വർത്തമാനം പറയരുത്. ഒരു മനുഷ്യ, ഇന്ന് നമുക്ക് മാടന്തറ വേറൊരു നാടോണെന്ന് നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അത് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരൂ. അത് കഴിഞ്ഞില്ലെങ്കിലോ? ആ യൂസ്ലെസ് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. താൻ കാരണമാണ് ഞാൻ അവളെ പിന്നെ ഫിക്സ് ചെയ്തത്. ബാലു, താനൊന്ന് വെപ്രാളപ്പെടാതെ. അവള് വന്നില്ലേ പെൺവേഷം ഞാൻ കേട്ടു. അപ്പൊ തന്തയുടെ വേഷം തന്നെ തന്ത വന്ന് കേട്ടോ? ബാലു തന്ത കുളിക്കാൻ കലാബോധമില്ല. ഒരു നാടകം കളിക്കാന്ന് വെച്ചാൽ എന്ത് നോക്കി തരാൻ രംഗബോധമില്ലാത്ത കോമാളി. തന്തയില്ലാത്തവരെ വിളിച്ച് കളിക്കുന്നോ? ഞങ്ങൾ ക്ലൈമാക്സ് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് ഒന്നുകൂടെ നുണ. നടി വരാത്തതിന്റെ പേരിൽ ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ഇവനെ കയറി പിടിച്ചു. എനിക്കൊരു ഐഡിയ. മന്ദാകിനിക്ക് ഡയലോഗ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ വേഷം മീന് ചെയ്ത കലക്കും. രാഹുൽ ഒന്ന് പറയടാ കഴുതേ. അങ്ങനെ വഴിയെ പോകുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ച് എന്റെ മന്ദാകിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലടാ. എന്നാ പെൺവേഷം താൻ കേട്ടോ. മാമൂ, എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. ഈ തലനിടെ ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. ഓടിനായിട്ടിരിക്കാം. അഭിനയം ശരിയായില്ലെങ്കിൽ കൂവും ഞാൻ. പ്രിയപ്പെട്ടവരെ, അടുത്ത 10 മിനിറ്റിനകം എന്തായാലും നാടകം ആരംഭിക്കുന്നതാണ്. ആരും ഞെട്ടരുത്. നടി വരില്ല. അയ്യോ, വരില്ലേ? നഹി ആയേജി. അവിടെ നാടകം തുടങ്ങുന്നത് 12 മണിക്കാ. അത് കഴിയുമ്പോ നേരം വെളുക്കും. ഞങ്ങൾ 2 ആൾ കൂടി പെണ്ണുങ്ങളുടെ മേക്കപ്പ് റൂമിൽ കയറി ആ വഞ്ചകയെ പൊക്കാൻ നോക്കി. നാട്ടുകാരൻ ഞങ്ങളെ പൊക്കി. മതിയാവോളം കിട്ടി. തല്ല്. അപ്പോ ഒരപ്പോയുമില്ല. ജനങ്ങളുടെ ഏതാക്രമണത്തെ നേരിടാൻ എല്ലാവരും തയ്യാറെടുക്കുക. എന്തും സംഭവിക്കാം. ചുപ്രഹോ, നമ്മളിന്ന് നാടകം കളിക്കും. കളിച്ചിരിക്കും. എങ്ങനെ? മേക്കപ്പ് റൂമിലെ കൂട്ടപ്പെരളിക്കിടയിൽ നമ്മുടെ നാടകത്തിന്റെ പോർഷൻ ഞാൻ സൂത്രത്തിൽ നടിയുടെ നിന്ന് തട്ടിയെടുത്തു. വരുന്ന വഴിക്ക് അത് കാട്ടൂരുള്ള ലീലാമണിക്ക് കൊടുത്തു. അവളത് പഠിക്കും. 11 മണിക്ക് ഇവിടെ എത്തും. ഈ സ്റ്റേജ് നാടകം കളിച്ചിരിക്കും. അതൊന്നും നടക്കില്ല. മാത്തച്ഛൻ ബോൾ റഹാഹോ. മാത്തച്ഛനാണ് പറയുന്നത്. ഇപ്പോ 10:45. ധൈര്യമായിട്ട് വെല്ലോട്. ആദ്യത്തെ 2 സീനിൽ നായിക വേണ്ടല്ലോ. നിങ്ങൾ നാടകം തുടങ്ങി മന്ദാകിനി എന്ന് വിളിക്കുമ്പോ ലീലാമണി സ്റ്റേജിലുണ്ടാവും. ജറുറായെങ്കിൽ ഫിക്കർ മത് കറോ. തുടങ്ങി കട്ടം പൊക്ക. സ്റ്റേജ് में जाओ. आओ. സഹൃദയരെ, കല്ലടിക്കുന്ന അഭിനയവേദിയുടെ 3ാമത് നാടകം ആരംഭിക്കുകയായി. പെരിച്ചാഴികളെ, നിങ്ങൾക്കൊരാലയം. നാടകത്തെക്കുറിച്ചൊരു വാക്ക്. അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹ മനസാക്ഷിക്കൊരന്ത്യ കൂതാശ. പെരിച്ചാഴികളെ, നിങ്ങൾക്കൊരാലയം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്നാ ചോദിച്ചത്. ഓ, മുകുന്ദനോ, നീ വീണ്ടും വന്നുവല്ലേ? അതെ അമ്മാവ. ഒഴുക്കിനെതിരെ നീന്തുകയാണെന്ന് അമ്മാവ ധരിക്കണ്ട. എല്ലാ നദികളും ഒഴുകി ഒടുങ്ങുന്നത് അവസാനം സാഗരത്തിലാണെന്ന് മറന്നുകൊണ്ടുമല്ല. എന്റെ പ്രായം കടന്നു വന്ന അമ്മാവന് എന്റെ വികാരങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിംഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയ ഒരു ചുണ്ടലിയാണ് നീ. സിംഹങ്ങൾ തിരിച്ചോടിയ കഥയും ചരിത്രം പറയുന്നുണ്ട് അമ്മാവ. ചരിത്രത്തിന്റെ നാലിൽ കടിച്ചു തൂങ്ങിയാൽ ചക്രശ്വാസം വലിക്കേണ്ടി വരും നീ. ചക്രശ്വാസം വലിക്കേണ്ടി വന്നവരാണ് അമ്മാവ ചരിത്രത്തിലെ ചക്രവർത്തിമാർ. അങ്ങനെ ഒരു ചക്രവർത്തിക്ക് പട്ടമഹിഷിയാകാൻ ഈ തറവാട്ടിൽ പെണ്ണില്ല, പെണ്ണില്ല, പെണ്ണില്ല. അതേടോ, പെണ്ണില്ല. പെണ്ണിതേരെ വന്നിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ അവരോട് പറഞ്ഞ? മേക്കപ്പ് റൂമിൽ കയറി പോഷൻ തട്ടിയെടുത്ത് നാടകം തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങിയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വെറുതെ ആകെ കൊളവാക്കില്ലേ പട്ടാളം. ജോസേ, എത്രയോ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവനായി സുബേദാർ മാത്തച്ഛൻ. ഒരു ഉറുമ്പ് പോലും അറിയാതെ നമുക്ക് നമ്മുടെ മുഖം രക്ഷിക്കാൻ സാധിക്കും. നീ വാ. ആൾക്കൂട്ടത്തിലോട് ഞാനില്ല, ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. അതിനല്ല, ഒരു പ്ലാനുണ്ട്. ഒബേ മൈ ഓർഡർ.
മരിച്ചുച്ചിയിൽ നിൽക്കുന്ന കാരണവന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, 8 ദിക്കിലും കാവൽ നിൽക്കുന്ന പരദേവതയുടെ തൊട്ട് സത്യം ചെയ്യുകയാണ്, നാളെ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ഈ മുല്ലക്കത്തറവാട്ടിലെ മന്ദാകിനിയെ മുകുന്ദ സ്വന്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. മന്ദാകിനിയുടെ തന്ത ഇവിടെ അന്തം കയറി നിൽക്കുമ്പോഴാണ് അവന്റെ മന്ദാകി ഒരു മുടി പോലെ ബാപ്രേ. ആവോ നടി എവിടെ ഒളിപ്പിച്ചിട്ടുള്ള ശുഭ്രഹോ ബദ്മാഷ് പക്കടോ. ചിരട്ട നീ എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് കാലുകൾ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ, മനസ്സിന്റെ ശക്തി ചോർന്നു പോയിട്ടില്ല. എന്റെ പെങ്ങൾ മന്ദാകിനിയെ ഈ മുകുന്ദൻ തന്നെ കെട്ടുമച്ച. സാധ്യമല്ല. മന്ദാകിനി, ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. മന്ദാകിനി, മന്ദാകിനി, മന്ദാകിനി വിളിച്ചു കുലുക്ക് കുലുക്ക്. മന്ദാകിനി, മന്ദാകിനി. മന്ദാകിനി,